അപ്പതേ നമ്മൾ ഫാമിലി ആയിട്ട് വൺ ഡേ ട്രിപ്പ് പോകട്ടെ. അപ്പൊ എവിടെയാ പോണേന്നൊക്കെ പുറകെ പറയാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയായപ്പോഴായിട്ട് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും ഇങ്ങോട്ട് കയറി വന്ന് പെട്രോൾ അടിക്കാൻ നിർത്തി. 12 പോകേണ്ടവരൊക്കെ 12 പോയി. അപ്പൊ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് ഇടുക്കിക്ക് ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോണേട്ടോ. എനിക്കൊരു അടുത്തെടുത്തോ വ്ളോഗ് യൂട്യൂബറാ. പറയാം. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഇടുക്കിയിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിക്കാന്നാണ് വിചാരിച്ചത്. കാരണം രാവിലെ നേരത്തെ എണീച്ചോണ്ട് തന്നെ പെട്ടെന്ന് വിശപ്പ് വന്നായിരുന്നു. പിന്നെ വന്ന വഴിക്ക് കടകളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കയറി വന്നപ്പോൾ ഒരു ചെറിയ കടയുണ്ടായി. അപ്പോൾ ദേ ഡയറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ ചെന്നപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു ദോശയൊക്കെ. അപ്പോൾ ദേ ഇവർ കണ്ടില്ലാട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യണം. ഇപ്പോഴാണ് കണ്ടത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. പിന്നെ ഇത്താത്താനെ തിരിച്ചപ്പോൾ ഇത്താത്ത ദേ സ്റ്റാൻഡേർഡിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഞാൻ പതിയെ കഴിക്കണേന്നും പറഞ്ഞ് അവർ എന്നെ ചീത്ത പറയുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് കേറാം. അടിപൊളി ഫുഡായിരുന്നു. ഇനി ഞാൻ അവിടെ ഇരുന്നതിന് അവരെന്നെ അവിടെ ഇട്ടിട്ട് പോകുന്നു മനസ്സിലാക്കി. ഞാൻ പെട്ടെന്ന് തന്നെ ചായയിൽ ചൂടായിരുന്നു താത്താടെ കൊടുത്തിട്ട് നേരെ കൈയും കഴുകി നേരെ വണ്ടി വന്ന് കയറി. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ആ എനർജി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ചു നേരം നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. അതിന് ഫുള്ളും കളയാൻ പറ്റില്ലല്ലോ, നമുക്കിനി പോകേണ്ട സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ. അപ്പൊ ദേ നമ്മളിതേ എവിടെയോ എത്തിയിട്ടുണ്ട്. എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല സ്ഥലമായിരുന്നു, നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാരും കൂടി ഇറങ്ങി സ്ഥലമൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഗൈസ് ഫേക്ക് ഫാമിലി ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് എന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, നമ്മളൊന്നും ആർക്കും വേണ്ട, വിളിക്കത്തോലും ഇല്ല ഒരു ഫോട്ടോ എടുക്കാൻ നേരത്ത്. കണ്ടോ? അപ്പൊ ഞാൻ വീഡിയോയിൽ പരാതി പറഞ്ഞുകൊണ്ടായിരിക്കണം വീഡിയോയിൽ കേൾക്കാൻ പാകത്തിന് തന്നെ കുഞ്ഞു വാടിയെന്നും പറഞ്ഞ് വിളിച്ചത്. അപ്പൊ നമ്മൾ കുറെ നേരം അവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ടു ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാല്ല, അടിപൊളി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ മിസ്സായി. അപ്പോൾ ഗൈസ് ദേ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എത്തിയിരിക്കും കേട്ടോ. ഇത് കുറെ ഉള്ളിലേട്ട് അങ്ങോട്ട് പോണം. അപ്പൊ ഇത് ഏതാ സ്ഥലം? ഗൈസ് കേറി മടുത്തു ഗൈസ്. ബായി പറഞ്ഞിട്ട് പോടി. താഴ്ത്തണത് പ്രാർത്ഥിക്കണം വെള്ളെത്തോന്ന് പോകുന്നു. ഒരു 200 പേർ എന്തായാലും കാണും ലോങ് വീഡിയോ ഇട്ടാ. ആ 200 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണത്. ആക്ച്വലി ഇത്ര ദാഹം കയറിയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും മടുത്തിരിക്കുന്നു. കുറേ പേര് താഴെ സ്റ്റെക്കായിട്ട് നിൽക്കുവാണ്. പക്ഷെ 2 പേര് മാത്രം പോയിട്ടുണ്ട്. അപ്പം ഞാൻ 3ാമത്തെ ആളാണ് പോകുന്നത്. മേളിലെത്താൻ പറ്റുമോ നമുക്കറിയില്ല. അവിടെ എന്താ പറയുന്നത്, എത്ര എത്തിയിട്ടുണ്ട്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇനി നമുക്ക് കയറാനുണ്ട് ഏകദേശം
അപ്പോൾ നമുക്ക് കയറാം. എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ കയറിയിട്ട് പോകണമല്ലോ, അല്ലാണ്ട് പോകാൻ പറ്റുക. പിള്ളേരൊക്കെ ഓടിപ്പോണു. അപ്പോൾ ഗൈസ് നമുക്ക് ടോപ്പിൽ കയറാൻ പറ്റില്ല, കാരണം ഭയങ്കര ഇതായതുകൊണ്ട് നമുക്ക് ടോപ്പിൽ കയറാൻ പറ്റൂല. നമുക്ക് ഇവിടെ വരെയാണ് കയറാൻ പറ്റുള്ളൂ. മല കയറി ഞങ്ങൾ ക്ഷീണിച്ച അവശതയായിട്ടിരിക്കുകയാണ്. ഗൈസ് രണ്ടുപേര് മാത്രമാണ് അതിന്റെ മേളിൽ കയറിയുള്ളൂ. നമ്മളിവിടെ സൈഡായിട്ട് ഇരിക്കുകയാണ്. 10 പേരുണ്ടായിട്ട് നമ്മൾ 2 പേര് മാത്രമാണ് ഇത്ര ചലഞ്ച് ചെയ്ത് കയറിയിരുന്നത്. അങ്ങനെ നമ്മൾ 2-ൽ നിന്ന് 3-ലേട്ടായി 4 അവിടെ എവിടെ ഇറങ്ങി പോയോ. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് കയറി വന്ന തച്ചു ഇപ്പൊ യൂബറോ ഓലയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ എത്താനായിട്ട്. ഒരാളെ ഇവിടെ നിങ്ങളുടെ എത്തിയില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഇത്ര നേരം ഉള്ളൂ എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സാദിഖ്. ഗൈസ് നമ്മൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്കും അങ്ങോട്ട് പോകണം. ഇതിന്റെ കയറാൻ പറ്റില്ല. നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിക്കുകയാണ്. അപ്പം നമ്മൾ മുകളിലേക്ക് പോകാൻ പോണ്. ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ഇത് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണാം അല്ലേ, അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഗൈസ് കുറേനും കുറവെത്തി. വെയിലില്ല ഗൈസ്, അതാരണം കുഴപ്പമില്ല. ഉച്ച ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഗൈസ്, മതിയായ വെയിലായിരുന്നു. നമ്മൾ അടുത്തത് മുന്തിരിത്തോട്ടത്തിലേക്കാട്ടോ പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി. 5 ബോക്സ് അതിൽ കോഴീനെ ഇവർ ഒരു മുന്തിരി പോലും പറിക്കാൻ സമ്മതിക്കാത്ത ഒരു വിഷമം മാത്രമുണ്ട്. നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് ആ ഒരു മുന്തിരി പറിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതിനവര് സമ്മതിക്കുന്നില്ല. നമ്മൾ 5 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈൻ വാങ്ങാൻ നിൽക്കുവാണ്. തച്ചൂത്തുണ്ട്, തച്ചൂത്തടയില് ഒരു ബോക്സ് ഉണ്ട്. വെറുതെ നിൽക്കണോ? ആദ്യമായിട്ടാണ് തച്ചു ഒരു വൈൻ ടേസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു ആൽക്കഹോളുള്ള വൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ മാസ്ക് വെച്ചൊരു അണ്ണനെ കിട്ടിയിട്ടുണ്ട്. വന്ന വഴിക്ക് റോട്ടി കിട്ടിയതാണ്. അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മൾ ചെന്നപ്പോ എന്തോ 3 മണി ആയായിരുന്നു. അത് കഴിഞ്ഞ് 3:30 വരെ നമുക്ക് വെയിറ്റിംഗും കിട്ടിയിട്ട് അവിടെ ഫുഡും ഉണ്ടായില്ല. കിട്ടിയില്ല. നമുക്ക് 3 പേർക്ക് മാത്രം സോസ്. ഗൈസ് നമ്മൾ മൂഞ്ചി, നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. സൈറ തേക്കടിയാണ്, ഈ ഫോട്ടോയിൽ കൂടെ ഒക്കെ തേക്കടിയുണ്ട്. പാട്ടായിട്ട് കരയണു തമ്പി. അല്ല തമ്പി തമ്പി ഞങ്ങളങ്ങനെ മൂന്നാർ പെരുന്നുംപാറ നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ല തച്ചോളൂ വൈന് കാണാവാ. എന്താ അപ്പൊ നമുക്ക് എളുപ്പമായി.
നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഒരു കിടുക്കാച്ചി ബസ് അതിൽ കൂടെ പോയത്. കുറേ നേരം നമ്മൾ ആ ബസ്സിനെ വായി നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രാവലർ വന്നു. പിന്നെ ദേ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയെടുത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ, റോഡ് മുഴുവൻ കോട കയറിയേക്കണത്. പിന്നെ അതും കണ്ട് നിന്ന് നമ്മൾ നേരെ ഷോപ്പിൽ പോയി ഒരു ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഒന്ന് ഉഷാറായിരുന്നു. പിന്നെ ട്രാവലർ കുറച്ച് ദൂരെയായിട്ട് പാർക്ക് ചെയ്തിട്ടിരുന്നത്. പിന്നെ നമ്മൾ നടന്നു പോണ വഴിക്ക് ചായപ്പൊടിയൊക്കെ വാങ്ങി. പിന്നെ ട്രാവലറിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വൈൻ കുടിക്കണ്ടായി. ഇത് നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വാങ്ങിയതാ. പിന്നെ നമ്മൾ തൊടുപുഴ ഫർസി വന്നിട്ട് നമ്മൾ ഒരു കുഴിമന്തിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും ശരിയായില്ല നമ്മൾ കഴിച്ചത്. പിന്നെ ഇതേ മന്തി കഴിച്ചപ്പോഴാട്ടോ ആശ്വാസമായത്. മന്തി കഴിച്ചതിനപ്പോൾ ഒരു സമാധാനം തന്നെയായിരുന്നു പറയാം. പിന്നെ ഇതേ കണ്ണടച്ചതേ ഉള്ളൂ ഓർമ്മ. പിന്നെ നമ്മൾ എത്തണത് വീട്ടിലാണ്. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബായ്.